ഹായ് ടീം, യെസ് ബാങ്കിൻ്റെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന QR സ്കാൻ ചെയ്താണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യരുത്. നമ്മുടെ സ്കാനർ മാത്രം യൂസ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ആയതിനു ശേഷം ആപ്പിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ആ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് QR. നമ്മുടെ പേര്, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആപ്പിന് പെർമിഷൻസ് അലോ ചെയ്യുക. അതായത് നമ്മുടെ ലൊക്കേഷന്, ഫോണ്, SMS അലോ ചെയ്യുക. വൺസ് നമ്മൾ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഈ ഫോണിലോട്ട് ഒരു OTP വരും. അപ്പം നമ്മൾ ഈ എൻട്രി ചെയ്തിരിക്കുന്ന നമ്പർ യൂസ് ചെയ്യുന്ന ഫോൺ തന്നെ ആയിരിക്കണം. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു MPIN 4 ഡിജിറ്റ് ആയിട്ടുള്ള പിന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ ബയോമെട്രിക്കും എനേബിൾ ചെയ്യുക. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ സല്യൂട്ടേഷൻ കൊടുക്കുക. നമ്മൾ ഏത് സിറ്റിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മുടെ കൺട്രി ഇന്ത്യയാണ്. മെയിലാണോ ഫീമെയിലാണോ, മാരിറ്റൽ സ്റ്റാറ്റസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലൈക്ക് ക്വാളിഫിക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹയസ്റ്റ് ഏതാണോ അത് എൻ്റർ ചെയ്യുക. ഇപ്പം ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് +2 സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, വ്യൂ മോറിൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ആനുവൽ ഇൻകം എത്രയാണ് അത് നമ്മൾ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻസിന് അവരുടെ സപ്പോർട്ടഡ് ബൈ ഫാമിലി ഇൻകം സപ്പോർട്ടഡ് ബൈ ഫാമിലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതോടെ നമ്മുടെ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞ ആപ്പിലെ സൈൻ അപ്പ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് KYC ആണ്. KYC ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡും ആധാറും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യുന്നു. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സർഫസിൽ നമ്മുടെ പാൻ കാർഡ് വെച്ചതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. പാൻ കാർഡിൻ്റെ ഫോട്ടോ ക്ലിയർ ആയിരിക്കണം. കാരണം ഇതിൽ നിന്ന് അവർക്ക് ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതാണ്. വൺസ് പാൻ കാർഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. അത് ഐ എഗ്രി കൊടുത്ത് വെരിഫൈ അല്ലെങ്കിൽ ഐ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആധാറിലോട്ട് പോകും. ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ആധാർ മുമ്പേ പാൻ കാർഡ് വെച്ചതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു സർഫസിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ആദ്യം അതിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുക, സെക്കൻഡ് ബാക്ക് പേജ് അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ KYC ചെയ്യാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ആധാറും പാനും ഒന്നെങ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ഫോട്ടോ ഉണ്ടായിരിക്കണം. ഇതിനുശേഷം നമ്മുടെ ആധാർ OTP വരും.
OTP പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്ത് ആധാറിനെ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതോടെ നമ്മുടെ KYC അപ്ഡേറ്റഡ് ആയി. നെക്സ്റ്റ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. യെസ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ മെയിൽ ID വെരിഫൈ ചെയ്യുകയാണ് ഫസ്റ്റ് പ്രോസസ്സ്. നമ്മുടെ മെയിൽ ID ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ കൊടുത്തിരിക്കുന്ന മെയിൽ ID വെരിഫൈ ചെയ്യും. അടുത്തത് നമ്മൾ താമസിക്കുന്നത് സെൽഫ് ഓൺഡ് ആണോ റെൻറ്റഡ് ആണോ അത് ഫാമിലി ഓൺഡ് വീട്ടിലാണോ, നമ്മുടെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഒരു നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നമുക്ക് നോമിനിയായിട്ട് സെലക്ട് ചെയ്യാം. അവരുടെ പേര് കൊടുക്കുക, റിലേഷൻഷിപ്പ് കൊടുക്കുക, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക. നോമിനിയായിട്ട് സെലക്ട് ചെയ്യുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയിം അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ സെയിം എസ് കൊടുക്കുക. ഇല്ല ഡിഫറെൻറ്റ് അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ നോമിനിയുടെ അഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നോമിനിയുടെ ഫോൺ നമ്പറും ഇമെയിൽ ID. സപ്പോസ് നോമിനിക്ക് മെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും ഇമെയിൽ ID കൊടുക്കാവുന്നതാണ്. ഫോൺ നമ്പറും മെയിൽ IDയും എൻറ്റർ ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. യെസ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കഴിഞ്ഞു. അടുത്തത് നമ്മുടെ വീഡിയോ KYC ആണ്. അതായത് ഒരു എക്സിക്യൂട്ടീവ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന ആധാറിലും പാൻ കാർഡിലും ഉള്ളത് എന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനും നമുക്ക് ക്യാമറ പെർമിഷൻസ് ഓൺ ചെയ്യണം, ലൊക്കേഷൻ ഓൺ ചെയ്യണം, മൈക്രോഫോൺ ഓൺ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതാദ്യം ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിട്ട് കളറ് മാറും. ഏതെങ്കിലും പെർമിഷൻസ് അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് റെഡിൽ കാണിക്കും. അത് നമ്മൾ അലോ ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. നിലവിൽ ഹിന്ദി ഇംഗ്ലീഷും ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അവർ നമ്മളോട് ചോദിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാൻ കാർഡും കാണിക്കണം. ഒരിക്കലും ആധാർ കാർഡ് കാണിക്കാൻ പാടില്ല.